നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 സെപ്റ്റംബർ മാസം 7-ാം തീയതി ചന്ദ്രഗ്രഹണമാണ്. സകലവിധ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്ന സമയമാണ്. അന്ന് ഗ്രഹണശാന്തി ഹോമമുണ്ട്. സെപ്റ്റംബർ 7-ാം തീയതി നമ്മുടെ സകലവിധ ദോഷങ്ങളും അകന്ന് നമുക്ക് നല്ല ഒരു ഉയർച്ച വന്നു ചേരാൻ, നമ്മുടെ ദോഷങ്ങളൊക്കെ അകന്ന് രക്ഷപ്പെടുവാൻ ഇത് കാരണമാകും. ഗ്രഹണശാന്തി ഹോമത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്നെഴുതിയാൽ മാത്രം മതി. ഇത് ഞാൻ എഴുതിയെടുത്തതിന് ശേഷം സെപ്റ്റംബർ 7-ാം തീയതിയിലെ ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ജീവിതത്തിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നേട്ടമായിരിക്കും, ഭാഗ്യമായിരിക്കും. സർവ്വവിധ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ ചന്ദ്രഗ്രഹണത്തോടുകൂടി എത്തിയിരിക്കും. സെപ്റ്റംബർ 7-ന് രാത്രി 9:57 ആരംഭിച്ച് 11:47 അതിൻ്റെ മൂർധന്യത്തിൽ എത്തി സെപ്റ്റംബർ 8-ന് രാവിലെ 12:26 അവസാനിക്കും. ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇത് ഭാഗ്യകാലമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരു ഭാഗ്യത്തിലേക്ക്, ഒരു നേട്ടത്തിലേക്ക്, സർവൈശ്വര്യത്തിലേക്ക് എത്തുന്ന സമയം. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു, സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുന്നു. സർവ്വവിധ ദോഷങ്ങളും അകന്ന് രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന, സർവ്വവിധ സങ്കടങ്ങളും മാറി ഒരു വലിയ ഐശ്വര്യത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ഭവിക്കുന്ന സമയം. തൊഴിലന്വേഷിക്കുന്നവർക്ക് ഒരു പുതിയ തൊഴിൽ ലഭിക്കുന്ന സമയം. വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ നല്ല അംഗീകാരം, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച, നല്ല ശമ്പള വർധനവ്, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ കഴിയുക, ഇതൊക്കെ സംഭവിക്കുന്ന സമയം. ഏതായാലും പൂരുരുട്ടാതി നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. പുതിയ വഴികൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ഒരു വഴി അടഞ്ഞാൽ 1000 വഴികൾ പൂരുരുട്ടാതി നക്ഷത്രജാതകരുടെ മുന്നിൽ തുറക്കുന്ന സമയമാണ്. കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും. നന്മകൾ ഒട്ടനവധി ഉണ്ടാകും. ധനസ്ഥാനത്തും നേട്ടമാണ്. ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന പൂരുരുട്ടാതി നക്ഷത്രജാതകർക്ക് വീടൊക്കെ വാങ്ങാൻ കഴിയുന്ന സമയമാണ്. വസ്തുവകകൾ വാങ്ങാൻ കഴിയുന്ന സമയമാണ്. സ്വന്തം വീട് വാങ്ങുവാനും സ്വത്തുക്കൾ സമ്പാദിക്കാനും ഒക്കെ ഭാഗ്യം വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദത്തിനും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും അകന്ന് പുണർദത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. സർവൈശ്വര്യമാണ്. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്ന പുണർദം നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വലിയൊരു നേട്ടത്തിന്, ഭാഗ്യത്തിന്, ഉയർച്ചയ്ക്ക് ഇവർ എത്തിച്ചേരും. ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും. അടുത്ത നക്ഷത്ര ജാതകർ മഖമാണ്. മഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. സർവൈശ്വര്യമാണ്.
ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി മകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. സർവൈശ്വര്യത്തിലേക്ക് എത്തിച്ചേരും. വസ്തുവകകൾ വാങ്ങാനുള്ള ഒരു യോഗം വന്നു ചേരും. വിവിധ ഇടങ്ങളിൽ നിന്നും പണം ധാരാളം വന്നു ചേരുന്നു മകനക്ഷത്ര ജാതകർക്ക്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരത്തിനും ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം. ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ചന്ദ്രഗ്രഹണം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, സന്തോഷമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയം, സർവൈശ്വര്യത്തിൻ്റെ സമയം. ലോട്ടറിയൊക്കെ എടുക്കുന്ന പൂരം നക്ഷത്ര ജാതകർക്ക് അത് അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. വസ്തു വാങ്ങാനും വീട് വയ്ക്കാനും ഒക്കെയുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. സർവൈശ്വര്യത്തിലേക്ക്, സർവവിധ നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരും. കലഹങ്ങൾ അവസാനിക്കും. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്തര നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, സർവൈശ്വര്യമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി സാധിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് കിട്ടാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഒരു പുതിയ ജോലിയൊക്കെ ലഭിക്കുന്ന സമയം. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയ്ക്കും ഇത് ഉയർച്ചയുടെയും സമ്പത്തിൻ്റെയും സമയം. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്കിനി സാധ്യമാകും. ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചേരും. പുതിയ ചുവടുകൾ വയ്ക്കും. ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പായും. അത് സമ്പത്ത് കൊണ്ടും അവരുടെ സമൃദ്ധി കൊണ്ടും നിറയുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം ഭരണി. ഭരണിക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളുമൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി സാധിക്കും. സകലവിധ കടങ്ങളും മാറിക്കിട്ടും. ഐശ്വര്യത്തിലേക്ക് ഇവർ എത്തിച്ചേരും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതിക്കും ഐശ്വര്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള, ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ പോയ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ 2025 ചന്ദ്രഗ്രഹണം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും ഇവർക്ക് വന്നു ചേരും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം. ഹ്രീം ഹ്രീം ഓ